മഞ്ചരിയുടെ മുമ്പിൽ മശായ് കുറച്ചു നേരം അനങ്ങാതെ നിന്നുപോയി. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ചുളിഞ്ഞ വരകൾ തെളിഞ്ഞു. കണ്ണിൽ അത്ഭുതം പൊട്ടിവിടർന്നു. അദ്ദേഹം പോക്കറ്റിൽ നിന്ന് കണ്ണടയെടുത്തു വെച്ച് നല്ലപോലെ നോക്കി, സൂക്ഷിച്ചു നോക്കി. ഇല്ല, എങ്ങും അവളുടെ ബിന്ദു പോലും അവശേഷിച്ചിട്ടില്ല. എന്താ കണ്ടത്? കണ്ണും ചെവിയും തിരിച്ചു കിട്ടുമോ? സുഖപ്പെടുത്താൻ പറ്റുമോ? നാടി പിടിച്ചുകൊണ്ടിരുന്ന മശായോട് വൃദ്ധ ചോദിച്ചു. ഇല്ല, സുഖമാകുകയില്ല. ഞാനൊരു മുറിമരുന്ന് തരാം. അത് കഴിക്കുമ്പോൾ ഒരല്പം ആശ്വാസം കിട്ടും. അപ്പോൾ എൻ്റെ വയറ്റിലെ കുഴപ്പമോ? സുഖപ്പെടുത്തൂ. എനിക്ക് മഞ്ജുവിനൊരു കുട്ടിയായി കാണണം. പുനർജന്മത്തിൽ വിശ്വാസമില്ലേ? മഞ്ജുവിൻ്റെ വയറ്റിൽ നിങ്ങൾ തന്നെ ഒരു കുഞ്ഞായി പിറന്നാൽ അതല്ലേ കൂടുതൽ നല്ലത്? അല്പനേരം നിശബ്ദയായി ഇരുന്നു കൊണ്ട് അവർ പറഞ്ഞു. അപ്പോൾ ഇത്തവണ പോകണമെന്നാണോ പറയുന്നത്? പക്ഷേ വല്ലാത്ത പേടി തോന്നുന്നു. പേടിയോ? ആരെ? ഇതല്ലേ മുക്തി. അവിടെ നിങ്ങളുടെ ഭർത്താവും അമ്മയും അച്ഛനും ചേട്ടനും മകളും മരുമകനുമൊക്കെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. വൃദ്ധയുടെ മുഖം പ്രകാശമാനമായി. അവർ കാഴ്ചയില്ലാത്ത കണ്ണുകൊണ്ട് മുമ്പോട്ട് നോക്കി തന്നിൽ മതിമറന്ന് ഇരുന്നു പോയി. അപ്പോൾ എത്ര ദിവസത്തിനകം പോകണം? 3 മാസം മുതൽ 6 മാസം വരെയുണ്ട്. ഈ കാലത്തെ മരുന്നുകൾ കഴിച്ചാൽ കുറേ നാൾ കൂടി കഷ്ടപ്പാട് സഹിച്ചു കഴിയാം. വേണ്ട വേണ്ട, ഇനി അതൊന്നും വേണ്ട. നിങ്ങൾ നല്ലൊരു കാര്യമാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. അദ്ദേഹം എന്നെ കാത്തിരിക്കുകയാണ്. എത്രയും വേഗം മുക്തി കിട്ടുന്നുവോ അത്രയും നല്ലത്. ഈ കാര്യം ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഓ, എത്ര നാളായി അവർ കാത്തിരിക്കുന്നു. ഞാനോ? വൃദ്ധയുടെ തൊണ്ട വിറച്ചു. കാഴ്ചയില്ലാത്ത കണ്ണുകൾ ഇളകാതെ നിന്നുപോയി. അവയിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. മശായ് നിശബ്ദം എഴുന്നേറ്റു പുറത്തിറങ്ങാൻ തുടങ്ങി. മുന്നിലെ നിലക്കണ്ണാടിയിൽ പ്രതിഫലിച്ച തൻ്റെ രൂപത്തെ ഒരു ഞെട്ടലോടെ അദ്ദേഹം കണ്ടു. നരച്ച തലമുടിയും ചുളി വീണ നെറ്റിയും വിളർത്ത മുഖവുമായ ഒരു വൃദ്ധൻ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വാക്കുകൾ മശായുടെ കാതുകളിൽ മുഴങ്ങി. ജനിക്കുമ്പോൾ തന്നെ മൃത്യുവും ഒപ്പം കൂടുന്നു. ദിവസം തോറും അവൾ വളരും. ആ വളർച്ചയ്ക്കിടയിൽ ജീവിതത്തെ ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കും. തൻ്റെ മാർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ജീവിത സമരം ചെയ്ത് ക്ഷീണിക്കുമ്പോൾ, ജര ബാധിക്കുമ്പോൾ അവസാനം അടുത്തു വരുന്നു. മശായുടെ നിർനിമേഷമായ നോട്ടം കണ്ട് പ്രത്യുത് ഡോക്ടർ വിസ്മിതനായി. അദ്ദേഹം ഒരു കസേര നീക്കിയിട്ടുകൊണ്ട് പറഞ്ഞു, ഇരിക്കൂ മശായ്. നിങ്ങളാണോ ജീവൻ മശായ്? നവഗ്രാമത്തിലെ ദേവീപുരത്തിലെ ജീവൻ ദത്ത? ഞാൻ മഞ്ചരിയാണ്, കാനായിലെ ബങ്കിമിൻ്റെ അനിയത്തി, മാസ്റ്റർ നവകൃഷ്ണ സിംഗിൻ്റെ മകൾ. വൃദ്ധ പറഞ്ഞു തുടങ്ങി. ഒരു ചെറുചിരിയോടെ മശായ് പറഞ്ഞു, കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഒരുപാട് പഴയ കഥയല്ലേ, മനസ്സിൽ മങ്ങി മങ്ങി കിടപ്പുണ്ട്. അതുതന്നെ, എല്ലാം മങ്ങിയിരിക്കുന്നു. ഇവിടെ വന്നപ്പോൾ മുതൽ കേൾക്കുന്നു ജീവൻ മശായ് എന്ന്. അറിയാമെന്ന് മനസ്സിൽ തോന്നി. പിന്നെയാണ് നിങ്ങളുടെ വർത്തമാനം കേട്ടത്. ആ മുഴങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ തോന്നി അദ്ദേഹം തന്നെയാണ് നിങ്ങളെന്ന്. ആശുപത്രിയിൽ കൂടി പുറത്തിറങ്ങിയ മശായിയെ നോക്കി പ്രത്യുത് പറഞ്ഞു, മശായ്, നിങ്ങളുടെ അടുത്തുനിന്ന് മരണകാലം പറയുന്നത് പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
മഷായിയുടെ മനസ്സിൽ പിങ്കളവർണ്ണയായ ആ കന്യകയുടെ കഥ ചുറ്റിത്തിരിയുകയായിരുന്നു. കാഷായ വസ്ത്രം, സർവാംഗം പത്മബീജമാല, അന്തയും ഭദ്രയും, സകല സമയവും അവൾ ഒപ്പമുണ്ട്. ശരീരത്തോടൊപ്പം നിഴലെന്ന പോലെ, സംഗീതത്തോടൊപ്പം സമാപ്തി എന്ന പോലെ, ചേതനയോടൊപ്പം നിദ്രയെന്ന പോലെ. മൃത്യുവിൻ്റെ ദൂതന്മാർ അവളെ അടുത്തുകൊണ്ടുവരുന്നു. അവളുടെ സ്പർശനത്താൽ ജീവിതത്തെ കുളിർപ്പിക്കുന്നു. മഞ്ചരിക്കും അതുപോലെ കുളിർമ ലഭിക്കട്ടെ. മൃത്യുദൂതൻ ഭൂപ്പിയുടെ രൂപത്തിൽ അവളുടെ അടുത്തു വരട്ടെ. പരമാനന്ദ മാധവ, നിന്റെ മാധുര്യം കൊണ്ട് സൃഷ്ടിയിൽ മധുവും മൃത്യുവിൽ അമൃതും നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹം സ്വന്തം കൈ പിടിച്ചു. രക്തപ്രവാഹം വേഗത്തിലായിട്ടുണ്ട്. ഹൃദയമിടിപ്പും വർദ്ധിച്ചിരിക്കുന്നു. ഇതുപോലെ വളരെ കാലമായി അനുഭവപ്പെടാറില്ല. അദ്ദേഹത്തിൻ്റെ മൃത്യുദൂതൻ ഏതു രൂപത്തിലാണ് വരിക? അത്രബൗവിൻ്റെ രൂപത്തിലോ, അച്ഛൻ ജഗത് മഷായിയുടെ രൂപത്തിലോ, ഗുരുവിൻ്റെ രൂപത്തിലോ, അതോ വനവിഹാരിയുടേതോ? മഷായ് ആരോഗ്യ നികേതനത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അവിടെ ഒരു വിളക്കു കത്തുന്നുണ്ടായിരുന്നു. ആരോ ഇരിക്കുന്നു. ആരാ അത്? ബാബാ, ഞാനാണ് മരി. മരി വൈഷ്ണവിയോ? എന്താ ഈ രാത്രിയിൽ? ഇന്നല്ലേ ബാബ സാവിത്രി ചതുർദശി. അഭയുടെ അരികിലേക്ക് പോകണ്ടേ? വിളിച്ചു കൊണ്ടുവരാനായി എന്നെ വിട്ടതാണ്. ഒരിക്കൽ വൈദവ്യ ദുഃഖം മുൻകൂട്ടി കണ്ട് അദ്ദേഹം അച്ഛനെ പോലെ സ്നേഹത്തോടെ അഭയയെ സദ്യയൂട്ടി. അവൾ അദ്ദേഹത്തെ ശപിച്ചു. ഇന്നവൾ അവൈദവ്യവ്രതം കാരണമാക്കി അദ്ദേഹത്തിന് സദ്യ നൽകാൻ പോകുകയാണ്. മകളെ പോലെ ക്ഷണിക്കുകയാണ്. മഷായ് മരിയുടെ കൂടെ ഇരുട്ടിലൂടെ യാത്രയായി. 4 മാസം കഴിഞ്ഞിരിക്കുന്നു. പ്രത്യുത് ഡോക്ടർ പുറത്തെ വരാന്തയിൽ കാൾ ബാഗും രക്തസമ്മർദ്ദ മാപിനിയുമെടുത്ത് എവിടെയോ പോകാൻ തയ്യാറായി നിൽക്കുന്നു. എന്താ, ചായ കുടിച്ചില്ലേ? ചായക്കപ്പിലേക്ക് നോക്കിക്കൊണ്ട് മഞ്ജു ചോദിച്ചു. വേണ്ട, മനസ്സിനൊരു സുഖവുമില്ല. അവസാനം അദ്ദേഹത്തോട് എത്രമാത്രം അടുത്തുപോയി. നിനക്ക് സുഖക്കേട് വന്നപ്പോൾ എല്ലാ ഡോക്ടർമാരും സഹായിച്ചു. എങ്കിലും മഷായുടെ സഹായത്തേക്കാൾ വലുത് അദ്ദേഹത്തിൻ്റെ സ്നേഹമായിരുന്നു. കുറച്ചു നാളായി മഷായ്ക്ക് സുഖമില്ല. ഏതാണ്ട് 4 മാസമായി അസ്വാസ്ഥ്യം തുടങ്ങിയിട്ട്. ഇടയ്ക്കിടെ കിടപ്പിലാകും. ഇന്ന് 3 ദിവസമായി കൂടുതലാണ്. രക്തസമ്മർദ്ദമാണ് രോഗം. ഹൃദയത്തെ ബാധിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു. സ്നേഹം, ദയ, പ്രേമം ഒന്നും അധികമാകുന്നത് അവൾ ക്ഷമിക്കുകയില്ല. ആർക്കു വേണ്ടി പാപമോ പുണ്യമോ ചെയ്താലും ശരി, ജീവിതത്തെ പീഡിപ്പിച്ചാൽ ആ ദ്വാരത്തിലൂടെ അവളുടെ ദൂതൻ ദേഹത്ത് പ്രവേശിക്കും. എൻ്റെ ദേഹത്തും കടന്നിട്ടുണ്ട്. എൻ്റെ കാലം അധികം ദൂരെയല്ല ഡോക്ടർ ബാബു. മഞ്ചരിയെ കണ്ട ആ ദിവസം അദ്ദേഹത്തിൻ്റെ വൃദ്ധ ശരീരത്തിലെ സിരകളിലെയും ഉപസിരകളിലെയും രക്തപ്രവാഹത്തിൻ്റെ വേഗത ക്രമാതീതം വർദ്ധിച്ചിരുന്നു. വിചിത്രമായ ഒരനുഭവം ആസ്വദിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ്. കൂടാതെ പ്രത്യുത് ഡോക്ടറുടെ വാക്കുകൾ. മഷായ്, നിങ്ങളുടെ അടുത്തുനിന്ന് മരണകാലം പറയുന്നത് പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മഷായിയുടെ മനസ്സ് ആനന്ദം കൊണ്ട് ആറാടുകയായിരുന്നു. വഴിനീളെ സ്വന്തം നാടി പിടിച്ചു നോക്കിയെങ്കിലും ഏകാഗ്രത ലഭിച്ചില്ല. അത്രയും ആനന്ദത്തിലായിരുന്നു മഷായി. മരിയുടെ കൂടെ ഇറങ്ങിയപ്പോൾ ക്രുദ്ധയായ അത്രബ്രവിന് നേരെ താൻ ഉയർത്തിയ അലർച്ച ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ അലറിയിട്ടില്ലായിരുന്നു.
അഭയ ഇരുട്ടത്ത് വരാന്തയിൽ മശായെയും പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്ത ജന്മത്തിൽ വൈദവ്യം വരാതെയിരിക്കാൻ അവൾ എടുത്ത വ്രതമാണ് സാവിത്രി വ്രതം. ഞാൻ വീണ്ടും വീണ്ടും നിന്നെ ആശീർവദിക്കുന്നു മോളെ. പരജന്മത്തിൽ നിന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ക്ഷയം പ്രബലമായാലും നിന്റെ പുണ്യബലത്തിൻ്റെ മുമ്പിൽ മൃത്യു പരാജയം സമ്മതിക്കട്ടെ. അഭയ വിളമ്പിയ പൂരിയും കറിയും അമൃത് പോലെ തോന്നി മശായിക്ക്. വളരെ കാലമായി അദ്ദേഹം ഇത്ര രുചിയായി ആഹാരം കഴിച്ചത് അല്പം അധികമായെന്ന് എഴുന്നേറ്റപ്പോൾ തോന്നി. രാത്രിയുടെ അന്ത്യയാമത്തിൽ മൃത്യുവിൻ്റെ ദൂതൻ വന്ന് നെഞ്ചിലിരിപ്പുറപ്പിച്ചു. ഹൃദയത്തിൽ വേദന തുടങ്ങി. മസ്തിഷ്കത്തിലെ സ്നായുക്കളും സിരകളും മയങ്ങിപ്പോയി തുടങ്ങി. നിറഞ്ഞ വേദനയോടെ ഒരലർച്ച. അത്തർബൗ ഉറങ്ങിയിട്ടില്ലായിരുന്നു. മനസ്സിലെ വേദന കൊണ്ട് രാത്രി മുഴുവൻ അവൾ നിശബ്ദം കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. പെട്ടെന്നു തന്നെ അവരെഴുന്നേറ്റ് മശായിയുടെ തലക്കൽ വന്നിരുന്നു. മുഖത്തും നെറ്റിയിലും കണ്ണിലും വെള്ളം തെളിച്ച് വീശി ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. ചികിത്സകൻ്റെ പുത്രഭാര്യ, ചികിത്സകൻ്റെ ഗൃഹിണി, ചികിത്സകൻ്റെ അമ്മ. അത്രബൗ പേടിച്ചില്ല, നിലവിളിച്ചില്ല. കിഷോറും വിനയനും സേതാബും ഹരനും പ്രത്യോതുമെല്ലാം വിവരമറിഞ്ഞെത്തി. അപ്പോഴേക്കും മശായ്ക്ക് ആശ്വാസം കിട്ടിത്തുടങ്ങിയിരുന്നു. അവൾ വരുന്നുണ്ട്. ഗ്രാമത്തിനു വെളിയിൽ അവളുടെ കാലടി ശബ്ദം കേൾക്കുന്നതുപോലെ. ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നിടത്തുള്ള ഇലഞ്ഞു ചുവട്ടിലിരുന്ന് വിശ്രമിക്കുകയാണിപ്പോൾ. ഒരു ചിരിയോടെ മശായി പറഞ്ഞു. ഗംഗാ തീരത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും വേണ്ടെന്ന് മശായി തന്നെ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, അവിടെയാകുമ്പോൾ അത്രബൗ ഒറ്റപ്പെട്ടു പോകും. ഇവിടെ നിങ്ങളൊക്കെയുണ്ട്, ദുഃഖവും കഷ്ടപ്പാടും ബാക്കിച്ചെടുക്കാൻ. അവിടെ ആര്? അത്തർബൗ ഒരു വാക്കുപോലും പറഞ്ഞില്ല. അവർ കല്ലായി മാറിയ പോലെ. വനവിഹാരിയുടെ ഭാര്യയും കുട്ടിയും ഒരു തവണ വന്നു. ആദ്യത്തെ ആക്രമണത്തിനു ശേഷം മശായി സുഖപ്പെട്ടു. എഴുന്നേറ്റ് നടക്കുകയും ചെയ്തു. 3 മാസം കഴിഞ്ഞ് രണ്ടാമതും ആക്രമണമുണ്ടായി. ഉണ്ടാകുന്നതിൻ്റെ തലേന്ന് അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ ബാബു, ഇപ്പോൾ അവൾ ഇലിഞ്ഞുമര ചുവട്ടിൽ നിന്ന് വിശ്രമം മതിയാക്കി എഴുന്നേറ്റിട്ടുണ്ട്. പിറ്റേന്ന് പ്രഷർ കൂടാൻ തുടങ്ങി. സന്ധ്യയ്ക്കു മിക്കവാറും ബോധം നശിക്കുകയും ചെയ്തു. ഇന്നേക്ക് 4 ദിവസം മുമ്പാണ് 3ാമത്തെ തവണ ആക്രമണം ഉണ്ടായത്. പ്രത്യുത് ഡോക്ടർ പറഞ്ഞു, ഇന്നലെ മുതൽ ഏതാണ്ട് ധ്യാനത്തിലിരിക്കുകയാണ് മശായി. കണ്ണടച്ച് ചാരി കിടക്കുകയാണ്. എന്നോട് പറഞ്ഞു, എനിക്ക് ഉറക്കമരുന്ന് തരരുത്. ഉറക്കത്തിൽ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബോധപൂർവം പോകാനാണ് എൻ്റെ ആഗ്രഹം. അമ്മയുടെ അമ്മൂമ്മയുടെ മരണവാർത്ത അദ്ദേഹത്തിനോട് പറഞ്ഞോ? ഞാൻ പറയാൻ തുടങ്ങിയതാണ്. പക്ഷേ പകുതിക്ക് വെച്ച് കൈ കാണിച്ച് അദ്ദേഹം തടസ്സപ്പെടുത്തി. എന്നിട്ട് മൃദുവായി പറഞ്ഞു, അതൊക്കെ പോകട്ടെ എന്ന്. തലയിണയിൽ ചാരി കണ്ണടച്ച് പകുതി മയങ്ങിയിരിക്കുകയാണ് മശായി, മൃത്യുവിനെ പ്രതീക്ഷിച്ച്. അവൾ വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിനറിയാം. അവളുടെ രൂപം, അവളുടെ ഗന്ധം, അവളുടെ സ്പർശം എല്ലാം അദ്ദേഹത്തിന് അനുഭവിക്കണം. ഇടയ്ക്കിടെ മൂടൽ മഞ്ഞിൽപ്പെട്ട് എല്ലാം മാഞ്ഞു പോകുന്നത് പോലെ, എല്ലാം അപ്രത്യക്ഷമാകുന്നത് പോലെ. ഭൂതവും വർത്തമാനവും സ്ഥാനവും കാലവുമെല്ലാം. കണ്ണുകൾ മെല്ലെ തുറക്കുന്നു.
വളരെ ദൂരെ അസ്പഷ്ടമായ ചിത്രങ്ങൾ പോലെ തോന്നിക്കുന്ന ഇവർ ആരാണ്? അതിക്ഷീണഭാവത്തിൽ അവരുടെ സ്വരം ചെവിയിലെത്തുന്നത് പോലെ. എന്താണത്? എന്തു തോന്നുന്നു മശായ്? മശായ് തല കുലുക്കി അറിഞ്ഞുകൂടെന്നറിയിച്ചു. തല കുലുക്കുന്നതിനിടയിൽ തന്നെ ക്ഷീണിച്ച കൺപോളകൾ വീണ്ടും അടഞ്ഞു. പ്രത്യോത് നോക്കി. ഗാഠമായ ശാന്തിയുടെ നിഴൽ ആ ശുഷ്കിച്ച മുഖമണ്ഡലത്തിൽ പരന്നിരിക്കുന്നു. മശായ് എന്താണ് കണ്ടതെന്ന് മനസ്സിലാക്കാൻ പ്രത്യോത്തിനായില്ല. ആ നിമിഷം അത്തർബൗ മശായിയുടെ മുഖം പിടിച്ചുകൊണ്ട് ചോദിച്ചു, ധ്യാനം കഴിഞ്ഞോ? മാധവന്റെ ചരണത്തിൽ ആശ്രയവും ശാന്തിയും ലഭിച്ചോ? അപ്പോൾ ഞാനോ? എനിക്കോ? എന്നെയും കൂടെ കൊണ്ടുപോകൂ. ശാന്തമായി ആത്മസമർപ്പണം ചെയ്യുന്നത് പോലെ അവർ ഭർത്താവിൻ്റെ കിടക്കയിലേക്ക് മറിഞ്ഞു.